പാടി തോൽപ്പിക്കാൻ കരുതി. യേശുദാസിനെ പാടി തോൽപ്പിക്കുക എം ജി ശ്രീമാൻ ചന്ദനമണി. മൂപ്പര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ അറിയില്ല മൂപ്പരായിരിക്കും ഏറ്റവും അവിടെ പോയി ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വെറൈറ്റി സംഭവം കൊണ്ടാണ്. വേറെ ഒന്നല്ല, സിംഗിങ് ചലഞ്ച്. പാടി തോൽപ്പിക്കാൻ കരുതി. യേശുദാസിനെ പാടി തോൽപ്പിക്കുക, എം ജി ശ്രീമാനെ പാടി തോൽപ്പിക്കുക, ചിത്ര തോറ്റ് പായ എന്നുള്ളതൊക്കെ നോക്കി കാണാം. മറ്റേ യോധാരണ സിനിമയിൽ നമുക്ക് പാട്ട് മത്സരത്തിന് കാണാന്ന് പറഞ്ഞ പോലെ രാവിലെ പാട്ട് മത്സരം. ഇത് പിന്നെ പാട്ട് മത്സരമല്ല, ഇതൊരു ചലഞ്ചാണ്. പാടൂലട്ടോ, പറയാവും ചിലപ്പോ. ഞാൻ പറയല്ല, ആ ഈണത്തിൽ തന്നെ വരണം. എന്താന്ന് വെച്ചാല് ഏതാ സോങ്? എന്താ? ചന്ദനമണി സന്ധ്യകളുടെ ആ പാട്ടുണ്ടല്ലോ, ആ ഫസ്റ്റത്തെ പോർഷൻ, അത് നമ്മൾ നാവിളിക്കാതെ വരി തെറ്റാതെ പാടുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ രണ്ടുപേരും പാടും. ആർക്കത് കിട്ടുക എന്താണെന്ന് അറിയില്ല. ലിറിക്സ് ഞാൻ ഓൾറെഡി ഗൂഗിളിൽ നിന്ന് ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഒരു മലയാളം ചലഞ്ച് അല്ലേ, അതായത് മലയാളം മാത്രം സംസാരിക്കുന്ന ഒരു ചലഞ്ച് ഫസ്റ്റേ പോയിട്ടുണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലായിണ്ടാവും. എന്താണ് ഫുഡ്, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ട ഫുഡ് തുടങ്ങിയിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. ആരും ശ്രദ്ധിച്ചില്ല. രണ്ടാമത്തെ ഷേപ്പ് പറഞ്ഞതും ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറഞ്ഞത് ഇന്റെ അടുത്ത് പാളിന്നുള്ളത്. അത് മൂപ്പര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ അറിയില്ല മൂപ്പരായിരിക്കും ഏറ്റവും വിന്നർ. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫുഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായാലുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ രണ്ടാമതൊക്കെ പാട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് കുത്തിപ്പൊട്ടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ തന്നെ പറയും. ഫസ്റ്റ് ട്രൈ എൻ്റെ ആണ് കേട്ടോ. ശാന്താകാരം വേണ്ട, ചന്ദനമണി സന്ധ്യകളുടെ മാത്രം മതി. ഒരു പ്രാവശ്യം തെറ്റി നമുക്ക് ഒരു അവസരം കൂടെ തരൂ കേട്ടോ, അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം ദ്രുതതാളം, സരള മധുരമുണരും പ്രണയഭരിത കവിതയുണരും, മനസ്സ് നിറയും മധുരഹരിത മത മഹോത്സവം, വരവീണകൾ മൃദുപാണികൾ മതമുടു തിരുവടി തൊഴുതൊരു ശ്രുതി ചേരണ മലിവോടതി അനുപദമഴകൈ മതിമുഖി മമ സഖി മയിൽ. പോയി ലാസ്റ്റത്തെ ഒരു സംഭവം വെച്ച് പോയി. അത്ര എനിക്ക് ഒപ്പിക്കാൻ പറ്റും. അയ്യോ, അങ്ങനെ പറയരുത്. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്, വലിയ ആളാണ്. പിന്നെ മരിച്ചു. ഞാൻ +2 പഠിക്കുമ്പോഴാണ് മൂപ്പര് മരിച്ചത്. അപ്പൊ നെക്സ്റ്റ് ചാൻസ്. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ. കത്തം. ഇവിടെ വന്ന് പാടും, ഇവിടെ വന്ന് വിടും. ശിവനെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണില്ല. കാരണം എന്താ വെച്ചാൽ ശിവ സ്കൂളിൽ വിട്ടിട്ട് നേരെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ ഒന്നാമത് ശിവ ഈ ചലഞ്ചില് ശിവയ്ക്ക് ഇത് ബായിൽ എവിടെയും വരൂല. അതുകൊണ്ട് പിന്നെ ശിവനെ നമ്മള് പതുക്കൊന്ന് മാറ്റി നിർത്തി. എവിടെ ഇല്ലായിരുന്നു. കുഞ്ഞിപ്പെണ്ണ അവിടെ ഉറങ്ങുവാണ്. മുംബൈ നന്നായി മുങ്ങണ്ട. പാടി ഞാൻ പാടൂല, പറയാട്ടോ. കണക്ക് വരീന്റെ അത് കിട്ടുന്നെങ്കിലും തന്നെ പോവാ. വേറെ കരുതലും വേണ്ട. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവും ദ്രുതതാളം, തരള മധുര മുരളിയുണരു പ്രണയഭരിത ഭൂതി ഉണരു, മനസ്സു നിറയും ഹരിത മഹോത്സവം. അവിടെ പോയി. വരവീണകൾ മൃദുപാലുകൾ മതമോട് തിരുവടി തൊടു ഉദിച്ചേരണ മണിവോടമഴകായി. എന്റെ പൊന്നു, നാവ് കെട്ടി കുടുങ്ങിയുന്നുണ്ട്. ചേരണ മലിവോടനദിലനുപദമഴകായി.
മതിമുഖി മമസഖി മയിൽ ലിവളുടെ നടനം. നടയിലിവളുടെ നടനം. ഇത് വായിക്കാൻ തന്നിട്ടും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കഴിയില്ല കൊണ്ട്. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒന്നോ രണ്ടോ ട്രൈ ചെയ്തോ. നാവിന്റെ ഡോക്ടർ പറയുമ്പോ ആരാ വിളിച്ചോക്കണ്ട്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം മൃഗതാളം തരള മധുര മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സ് നിറയും മധുര ഹരിത മത മഹോത്സവം വരവീണക മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതരും ശ്രുതി ചേരണം അറിവോടയിൽ അനുപദമഴകൾ മധുമുഖി മമസഖി മയിൽ നടയിവളുടെ നടനം. മലയാളം ചലഞ്ചിൽ ഞാൻ തന്നെയായിരുന്നു വിന്നർ. എന്ത് വാങ്ങിത്തരും മിസ്റ്റർ? എന്ത് വാങ്ങിത്തരും? നല്ല 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 വിശപ്പുണ്ട് വീഡിയോയിൽ ചെയ്താല്. നല്ല വിശപ്പുണ്ട്. ജയിച്ചു ഗൈസ്. ഞാനല്ല. ഇനി ഞങ്ങൾ അടുത്തൊരു ചലഞ്ച് ആയിട്ട് വേഗം വരും. അപ്പൊ ഈ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഇനി ഇതുപോലത്തെ ഒരു ചലഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ പറയാം. ഇതുപോലത്തെ പാട്ടുകൾ ഉണ്ടാവില്ലേ, ഈ വായിൽ കൊള്ളാത്ത പാട്ടുകൾ, അത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ ഒക്കെ പാട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം. ഞങ്ങൾ അങ്ങനത്തെ പാട്ടുമായിട്ട് ഞങ്ങൾ ചലഞ്ച് ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. ബൈ.